ഏറ്റവും പുതിയ മണിരത്നം കമലഹാസൻ സിനിമയായിട്ടുള്ള തഗ് ലൈഫിൽ നായക കഥാപാത്രത്തിന്റെ പേരായിട്ട് കൊടുത്തിട്ടുള്ള രംഗരായ ശക്തിവേൽ എന്നത് ഇരുവരുടെയും നായകൻ എന്ന സിനിമയിലേക്കുള്ള ഒരു കോൾ ബാക്ക് ആണ്. ഒരർത്ഥത്തിൽ ഈ സിനിമയുടെ കഥ നോക്കുകയാണെങ്കിൽ ശക്തിവേൽ നായ്ക്കരുടെ കഥയുടെ വേറെ ഒരു തരം ഇമാജിനേഷൻ ആണെന്ന് പറയാൻ പറ്റും. ആ കഥയിൽ ഉണ്ടായിരുന്ന ട്രോമകൾ ഇവിടെ പല കഥാപാത്രങ്ങളിലേക്കും ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തതുപോലെയാണ് തോന്നുക. ചില ക്യാരക്ടർ ഡൈനാമിക്സുകളും ചില മൊമെന്റുകളും ചില ലൊക്കേഷനുകൾ കഥയിൽ ഇടയ്ക്കിടെ വരുന്നതിന്റെ ഒരു പാറ്റേണും ഒക്കെ കാണുമ്പോൾ ചിലർക്കെങ്കിലും നായകൻ ഓർമ്മ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ തഗ് ലൈഫ് ഒരിക്കലും രംഗരായ ശക്തിവേലിനെ വേലു നായ്ക്കരുടെ അത്ര വൾണറബിൾ ആക്കാൻ നോക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ആക്ഷൻ ബ്ലോക്കുകളിലൂടെ സിനിമയുടെ ഒരു മൊമെന്റം കൂട്ടാൻ മണിരത്നം ശ്രമിക്കുന്നുണ്ട്. ആകെ മൊത്തത്തിൽ ഇങ്ങനെയൊരു തിരക്കഥയിൽ ഇമോഷനുകളെ പ്ലേസ് ചെയ്തത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നുമെങ്കിലും മൊത്തത്തിലുള്ള ഒരു ക്രൗഡഡ് ഫീൽ കാരണം കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന വികാരങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. 2016 ഡൽഹിയിലെ ഒരു പ്രധാന ഗാങ്സ്റ്ററായിട്ടുള്ള രംഗരായ ശക്തിവേൽ അയാൾ ചെയ്ത ഒരു കുറ്റത്തിന്റെ ഭാഗമായിട്ട് ജയിലിൽ അടയ്ക്കപ്പെടുന്നു. സ്വന്തം മകനെപ്പോലെ അയാൾ എടുത്തു വളർത്തിയിട്ടുള്ള അമർ എന്ന ചെറുപ്പക്കാരനെ സാമ്രാജ്യത്തിന്റെ നടത്തിപ്പുകാരനായിട്ട് പ്രഖ്യാപിച്ചിട്ടാണ് അയാൾ ജയിലിൽ പോകുന്നത്. എന്നാൽ ഈ പ്രഖ്യാപനം ശക്തിവേലിന്റെ ഗ്യാങ്ങിന്റെ ഉള്ളിലുള്ളവർക്ക് തന്നെ അത്രയ്ക്ക് പിടിച്ചിട്ടില്ല. ഇതിനുശേഷം ആ ഗ്യാങ്ങിന്റെ ഉള്ളിൽ നടക്കുന്ന പവർ പൊളിറ്റിക്സ് ആണ് സിനിമയുടെ ഇതിവൃത്തം. ഒരു മണിരത്നം സിനിമയാണെന്ന് ഒട്ടും തോന്നാത്ത രീതിയിലൊന്നുമല്ല ഈ സിനിമ മേക്ക് ചെയ്തിട്ടുള്ളത്. സീനുകൾ സ്റ്റേജ് ചെയ്ത് ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നതിൽ മണിരത്നം കാണിക്കുന്ന പ്രിസിഷൻ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ചിലയിടങ്ങളിൽ അത് ലൊക്കേഷനുകളായിരിക്കും, ചില സ്ഥലങ്ങളിൽ സീനുകളിൽ കഥാപാത്രത്തെ പ്ലേസ് ചെയ്തിട്ടുള്ള പൊസിഷൻ ആയിരിക്കാം. നായകൻ കണ്ടവർക്ക് എല്ലാവർക്കും വേലു നായ്ക്കരുടെ വീടിന്റെ 1ാം നിലയിലെ ആ ജനൽ ഓർമ്മയുണ്ടാകും. ഒരുപാട് ദുരന്തങ്ങളുടെ ദൃക്സാക്ഷിയാകുന്ന ഒരു പ്രോപ്പർട്ടി ആയിരുന്നു അത്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ അതുപോലെയുള്ള ഒരു വിഷ്വൽ എലമെന്റ് ഒരു ഡോറാണ്. എന്നാൽ ഇവിടെ രംഗരായ ശക്തിവേലല്ല അതിന്റെ വേദന അനുഭവിക്കുന്നത്. ആ ട്രോമ അനുഭവിക്കുന്നത് അമർ ആണെന്നതും ഈ പടത്തിന്റെ ആദ്യത്തെ സ്ക്രിപ്റ്റിന്റെ പേര് അമർ ഹേ എന്നതാണെന്നതും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അമറിനെ ഉപയോഗിച്ച് ഒരു മോഡേൺ ഡേ നായകനായിരുന്നോ തഗ് ലൈഫിന്റെ ആദ്യത്തെ വേർഷൻ എന്ന് ചിന്തിച്ചു പോകും. തിരക്കഥയ്ക്ക് ഒരു ഒഴുക്കുണ്ട്. ഒരു ഇവന്റിൽ നിന്ന് അടുത്ത ഇവന്റിലേക്ക് സ്മൂത്തായിട്ട് നീങ്ങുന്ന തിരക്കഥ ഗ്യാങ്ങിനുള്ളിലും ഗ്യാങ്ങിനെതിരായിട്ടും ബിൽഡ് ചെയ്യുന്ന ടെൻഷനും നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. സ്വല്പം ബ്രോഡ് സ്ട്രോക്ക് ആയിട്ട് കഥ മുന്നോട്ട് നീങ്ങുമ്പോൾ ആ ഭാഗത്തെ സ്വല്പം ഹ്യൂമർ ചേർത്ത് കൈകാര്യം ചെയ്ത് മണിരത്നം രക്ഷിച്ചെടുക്കുന്നുണ്ട്. തഗ് ലൈഫിലേക്ക് വരുമ്പോൾ ഒരു പ്രധാന പ്രശ്നമായിട്ട് തോന്നിയത് ഗ്രേ സ്പേസ് എക്സ്പ്ലോർ ചെയ്യാൻ തിരക്കഥയ്ക്ക് ഒരു മടിയുള്ളതുപോലെ തോന്നി. തൃഷ അവതരിപ്പിച്ച ഇന്ദ്രാണി എന്ന കഥാപാത്രത്തോടുള്ള റിലേഷൻഷിപ്പ്, അമറിനെ എന്തുകൊണ്ട് എടുത്തു വളർത്തി എന്നത്, ഇതെല്ലാം സത്യത്തിൽ നായകനിലെ ക്ലാസിക് ഡയലോഗായിട്ടുള്ള നീങ്ക നല്ലവരാ കെട്ടവരാ എന്ന ടൈപ്പ് ഒരു ക്യാരക്ടർ ഡ്രാമയിലേക്ക് പോകാൻ സിനിമയ്ക്ക് അവസരം കൊടുക്കുന്നുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ചോദ്യങ്ങളിലേക്കൊന്നും പോകാൻ താല്പര്യപ്പെടാതെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. 2ാം പകുതിയിൽ ഒരു ഘട്ടത്തിൽ രംഗരായ ശക്തിവേൽ അയാൾക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ആരോഗ്യസ്ഥിതി കണ്ട് പൊട്ടിക്കരയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ തൊട്ടടുത്ത നിമിഷം തന്നെ പെട്ടെന്ന് മാസ് BGM വന്ന് ആ സീൻ ട്രാൻസിഷൻ ചെയ്തു പോവുകയാണ്. DAG ചെയ്തിട്ടുള്ള കമലഹാസനെയും സത്യ എന്ന പടത്തിലുള്ള ലുക്കിലുള്ള കമലഹാസനെയും കാണിക്കുന്ന ഭാഗങ്ങളിൽ രവി കെ ചന്ദ്രൻ സ്വല്പം സിനിമാറ്റിക്കായി സ്റ്റൈലിഷ് ആയിട്ടാണ് രംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത്. എന്നാൽ മുടി നീട്ടിയ രംഗരായ ശക്തിവേലിനെ കാണിക്കുന്ന ഭാഗങ്ങളിൽ സിനിമാറ്റോഗ്രാഫി കുറച്ചുകൂടെ റോ ആണ്. ഭൂരിഭാഗം കഥാപാത്രങ്ങളും ഒരു ഇമോഷണൽ സ്പേസിലായതുകൊണ്ടായിരിക്കാം അത്. സീനുകളെ ജക്സ്റ്റപ്പോസ് ചെയ്യുന്ന തരം ഗോഡ് ഫാദറിലൊക്കെയുള്ള ടൈപ്പ് എഡിറ്റിംഗ് നായകനിലുണ്ടായിരുന്നു. അതിനെ ഈ സിനിമയിലും റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ വിചാരിച്ചൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നില്ല. ജിങ്കുജ എന്ന പാട്ടല്ലാതെ വേറെ പാട്ടുകളൊന്നും തന്നെ മുഴുവൻ ലെങ്ത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. പ്രധാനപ്പെട്ട ചില പാട്ടുകളൊന്നും പടത്തിലില്ല. അഞ്ചുവണ്ണപ്പൂവെ എന്ന പാട്ടിന്റെ ഭാഗങ്ങൾ അവിടിവിടെയായിട്ട് ഉപയോഗിച്ചത് ഫലപ്രദമായിരുന്നു. വിൺവെളി നായക എന്ന BGM ബീറ്റ് ഉപയോഗിച്ച് പല സ്ഥലങ്ങളിലും സിനിമയെ ഒന്ന് എലിവേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചിട്ടുള്ള വിഷ്വൽ എഫക്ട്സ് ഭാഗങ്ങൾ വല്ലാതെ മുഴച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു പെർഫോമർ എന്ന നിലയിൽ കമലഹാസന് നല്ലപോലെ കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള ഒരു സ്പേസ് തിരക്കഥ കൊടുക്കുന്നുണ്ട്. തഗ് ലൈഫ് എന്ന പേരിൽ വരുന്ന സിനിമയിൽ എന്തായാലും വേണ്ട സ്വാഗർ അദ്ദേഹത്തിന്റെ പെർഫോമൻസിലുണ്ട്. 2 തരം റൊമാൻസ്, പിന്നെ 2ാം പകുതിയിൽ വൾണറബിൾ ആകുന്ന ഭാഗങ്ങളൊക്കെ അദ്ദേഹം അനായാസമായിട്ട് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സിലംബരസൻ ചിമ്പു ആണ് അമർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആദ്യ പകുതിയിൽ അത്യാവശ്യം രസകരമായ കുറെ കോമ്പിനേഷൻ സീനുകൾ കമലഹാസനോടൊപ്പം ചിമ്പുവിന് ചെയ്യാൻ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ 2ാം പകുതിയിൽ ഈ കഥാപാത്രത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങൾക്ക് ശേഷമുള്ള ഭാഗങ്ങളിലെ പ്രകടനം സ്വല്പം വീക്കായിരുന്നു. ജീവ ആയിട്ട് വന്നിട്ടുള്ള അഭിരാമിയും ഇന്ദ്രാണി എന്ന കഥാപാത്രമായിട്ട് വന്നിട്ടുള്ള തൃഷയും നല്ല രീതിയിൽ തന്നെ അവരെ ഏൽപ്പിച്ച കഥാപാത്രങ്ങളെ ചെയ്തിട്ടുണ്ട്. ജോജു ജോർജിന് സാമാന്യം ഓർത്തിരിക്കാവുന്ന പത്രോസ് എന്ന മലയാളി കഥാപാത്രത്തെയാണ് ലഭിച്ചിട്ടുള്ളത്. സിനിമയുടെ ടോട്ടാലിറ്റി വെച്ച് നോക്കുമ്പോൾ അത്ര സിഗ്നിഫിക്കൻ്റ് അല്ലാത്തൊരു റോളായിട്ട് അശോക് സെൽവന് ലഭിച്ച റോള് മാറി. ശരിക്കും നായകനിൽ നാസർ അവതരിപ്പിച്ച കഥാപാത്രത്തിന് തത്തുല്യമായ ലെവലിൽ നിൽക്കേണ്ട ഒരു റോളായിരുന്നു അത്. നാസർ, സഞ്ജന കൃഷ്ണമൂർത്തി, ഭഗവതി പെരുമാൾ, രോഹിത് സറഫ്, അലി ഫസൽ എന്നിവരോടൊപ്പം മികച്ച ഡബ്ബിങ്ങിന്റെ സഹായത്തോടെ ഐശ്വര്യലക്ഷ്മിയും നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ഗ്യാങ്സ്റ്റർ വേൾഡിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഷേക്സ്പീരിയൻ ഡ്രാമ സെറ്റപ്പ് ചെയ്യാനുള്ള എല്ലാ സംഗതിയും ഈ സിനിമയുടെ കഥയിലുണ്ട്. ഒരു പരിധിവരെ സിനിമയ്ക്ക് ആ ഒരു ലോകം ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ കച്ചവട സിനിമ ഡിമാൻഡുകൾ വരുന്നതോടുകൂടി ഓരോ കഥാപാത്രങ്ങൾക്കും വേണ്ടത്ര സമയം കൊടുക്കാൻ തിരക്കഥയ്ക്ക് സാധിക്കാതെ പോകുന്നു.
ഒരുപാട് കാര്യങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നത് സിനിമയെ മൊത്തത്തിൽ സ്വല്പം ഓവർലോഡായിട്ട് തോന്നിപ്പിക്കുന്നുമുണ്ട്. വിഷ്വലുകൾ ഉപയോഗിച്ച് സീനുകളിൽ ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്ന മണിരത്നം രീതിയുടെ ഒരു ഫാനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കണ്ടിരിക്കാനുള്ള എലമെൻറ്റുകൾ പലതും ഈ സിനിമയിൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ വിട്ടുവീഴ്ചകളുള്ള പൂർണ്ണ സംതൃപ്തി തരാത്തൊരു സിനിമയാണ് തഗ് ലൈഫ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്